കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വളരെ വിസ്മയകരമായ വികസനം, മുന്നേറ്റം സാധ്യമായിട്ടുള്ള ഒരു കാലയളവാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സമയം നമ്മളിവിടെ സമ്മേളിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുവാനായിട്ട്, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ, കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ഇപ്പോൾ ആ 21 വയസ്സുള്ള പെൺകുട്ടി, അവളെ വെന്റിലേറ്ററിൽ നിന്ന് അതിൻ്റെ സപ്പോർട്ട് മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് അവൾ സുഖമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ഈ 9.5 വർഷക്കാലം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ആരോഗ്യ സൂചകങ്ങളെ, അടിസ്ഥാന സൗകര്യത്തിൽ, ചികിത്സാ സംവിധാനങ്ങളിൽ, പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കേരളം മികവാർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരോഗ്യ സൂചകങ്ങൾ നോക്കിയാൽ ഒരു ഉദാഹരണം, ശിശുമരണ നിരക്ക്. ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 9.5 വർഷങ്ങൾക്ക് മുൻപുള്ള 12-ൽ നിന്ന് അത് 5 കുറയ്ക്കുന്നതിന് കേരളത്തിന് കഴിഞ്ഞു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയാണ്. ബഹുമാനപ്പെട്ട CM-ന്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്കിലേക്കാൾ കുറവാണ് കേരളത്തിലേത്. അതുപോലെ നവജാത ശിശു മരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ 90% മുകളിൽ മരണനിരക്കുള്ള നിപ്പ 2023 ഔട്ട്ബ്രേക്കിൽ 33% മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് പോലുള്ള രോഗങ്ങളിൽ 99% മരണം സംഭവിക്കുന്ന ഇടത്ത് നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ അത് 24% കുറയ്ക്കുന്നതിന് കഴിഞ്ഞു. 10,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും പ്ലാൻ ഫണ്ടിലൂടെയും നമുക്ക് ആരോഗ്യ മേഖലയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ട് വലിയ മാറ്റമുണ്ടായി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, താലൂക്ക് ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി, ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ കഴിയാതിരുന്ന ഹൃദയ ശസ്ത്രക്രിയകൾ ഇന്ന് ജില്ലാ ആശുപത്രിയിൽ സാധ്യമായി. ക്യാൻസർ ചികിത്സയുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു. കാർട്ടിസെൽ തെറാപ്പി ഉൾപ്പെടെയുള്ള നൂതനങ്ങളായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ മലബാർ ക്യാൻസർ സെന്ററിലും RCCയിലും ഉൾപ്പെടെ വികസിപ്പിച്ചു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗം കൊച്ചിൻ ക്യാൻസർ സെന്ററിന് ഏറ്റവും മികച്ച രീതിയിൽ കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ കൊച്ചിൻ ക്യാൻസർ സെന്ററിന് തസ്തികകൾ അനുവദിച്ചുകൊണ്ട് അത് പ്രവർത്തന സജ്ജമാക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ന് ഈ ഘട്ടത്തിൽ, ഇപ്പോൾ കാത്ത് ലാബുകളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഏറ്റവും അവസാനം ശേഷിച്ചിരുന്നത് ഇടുക്കിയിൽ മാത്രമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇടുക്കി പാക്കേജിലൂടെ തുക അനുവദിച്ചുകൊണ്ട് ഇടുക്കിയിലും അടിമാലി ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കാത്ത് ലാബുകൾ കൂടി സ്ഥാപിക്കുമ്പോൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് വയനാട്ടിലെ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ്, വയനാട് പോലുള്ള ജില്ലകൾക്ക് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജില്ലകളിൽ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 4, 2025 നമ്മളൊരു ക്യാമ്പയിൻ തുടങ്ങി. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം, ക്യാൻസറിനെതിരെയുള്ളതാണ്. ക്യാൻസർ ചികിത്സയിൽ വലിയ മുന്നേറ്റം നമ്മൾ ഉണ്ടായി. ക്യാൻസർ ഗ്രിഡ്, ക്യാൻസർ സ്യൂട്ട് ഉൾപ്പെടെയുള്ളവ രൂപീകരിച്ചു. അന്ന് ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിനിൽ 21 ലക്ഷം ആളുകൾ കേരളത്തിൽ സ്ക്രീൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ നടത്തി വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി, അതായത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെ 3-4 വാർഡുകൾ ചേരുന്നിടത്ത് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം. ആയുഷ് മേഖലയിലാണെങ്കിൽ 10,000 യോഗ ക്ലബ്ബുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങി. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീ ക്ലബ്ബുകൾ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി പ്രമേഹം, രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നതിന് കഴിയും. അവിടെ ആരോഗ്യ പ്രവർത്തകരെ കാണാൻ കഴിയും. ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ചു. ഈ ഒരു വർഷം 5 ലക്ഷം സെഷനുകളിലായി ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിലൂടെ വ്യായാമം ചെയ്തവരുടെ എണ്ണം 95,76,000 നമ്മൾ ഇന്ന് ഈ 2026 പുതിയ അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ACS പറഞ്ഞു, നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്ത
ജീവിതശൈലി രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ശൈലി ആപ്പ് രൂപീകരിച്ചു. 3-ാം വർഷ സർവേ നടക്കുന്നു. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഘട്ടത്തിൽ കേരളം പുതിയ ഒരു തുടക്കത്തിന്, തുടർച്ചയുടെ ഭാഗമായിട്ടുള്ള പുതിയ ഒരു തുടക്കത്തിന് നമ്മൾ ഇന്ന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. വെൽനസിനെ ആസ്പദമാക്കിയിട്ടാണ്. വൈബ് ഫോർ വെൽനസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. 76 വയസ്സിന് മുകളിലാണ് കേരളത്തിലെ ആയുർദൈർഘ്യം എന്ന് കാണുമ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആദ്യ സർക്കാരിന്റെ കാലം മുതൽ നമ്മൾ നിർമ്മിച്ച നിയമങ്ങളിലൂടെ ഉൾപ്പെടെ സാർവത്രിക വിദ്യാഭ്യാസം, പിന്നീട് ഇങ്ങോട്ടുള്ള വിപ്ലവകരങ്ങളായ നിയമനിർമ്മാണങ്ങളിലൂടെ നാം ആർജിച്ച മുന്നേറ്റങ്ങളിലൂടെയാണ് അത് സാധ്യമായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട CM ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുതുതായി ജനസംഖ്യയുടെ 3% ആളുകൾ, 10 ലക്ഷം ആളുകൾ വ്യായാമത്തിലേക്ക് വരികയാണ്. 4 കാര്യങ്ങളാണ്, 2 ലക്ഷ്യങ്ങൾ. ഒന്ന് ശരീരത്തിന്റെ സൗഖ്യം, മനസ്സിന്റെ സൗഖ്യം, ആരോഗ്യം ഉറപ്പാക്കുക, രോഗമില്ലാതെ ഇരിക്കുക. അതിന് 4 കാര്യങ്ങൾ: വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കം, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ജനുവരി മാസം 1-ാം തീയതിയാണ്. വളരെ തിരക്കുള്ള ഈ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട CM അതിന് ഇടപെട്ട് നേതൃത്വം നൽകി, നമുക്ക് ദിശാബോധം നൽകി നമ്മെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ വളരെ സന്തോഷവും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതൊരു ടീമാണ്. രാവിലെ 7 മണിക്കാണ് നമ്മളിവിടെ പരിപാടികൾ ആരംഭിച്ചത്. ആയുഷ് മിഷനും അതുപോലെ ഹെൽത്ത് മിഷനും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ചിലൂടെ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. എല്ലാവരോടും ടീമിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി, മറ്റു വകുപ്പുകൾ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. മറ്റു മിനിസ്റ്റേഴ്സും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വെൽനസിലേക്ക് കേരളം ഒരു മിഷൻ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്നിച്ച് കേരളം കൈകൾ കോർത്തുകൊണ്ട് അതിൽ ഭാഗമാകാം. രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം ഉറപ്പാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.